ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കപ്പലണ്ടി മിഠായിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റോടെ നമുക്ക് വീട്ടിൽ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത 1 ഗ്ലാസ് കപ്പലണ്ടി ആണ് എടുക്കുന്നത്. അതിന് 1/2 ഗ്ലാസ് ശർക്കരയാണ് നമ്മൾ എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 5 സ്പൂൺ വെള്ളം. ഇതൊക്കെ വെച്ച് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു കപ്പലണ്ടി മിഠായി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രൈ പാനിൽ കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓവർ കുക്ക് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കപ്പലണ്ടി മിഠായിക്ക് കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല കപ്പലണ്ടി മിഠായി കിട്ടാൻ വേണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഒത്തിരി അങ്ങ് ചുമന്ന് പോകാനിടയാവരുത്. അത് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ശർക്കര, 1/2 ഗ്ലാസ് ശർക്കര എടുത്തിരിക്കുന്ന ഒന്ന് ഉരുക്കിയെടുക്കാം. അതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാരയും ഒരു 5 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതേസമയം തന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നെയ്യ് തടവി കൊടുക്കാം. നമ്മൾ ചപ്പാത്തിയുടെ സ്റ്റിക്കിലൂടെ ഒന്ന് നെയ്യ് തടവി കൊടുക്കണം. നമുക്കൊന്ന് പരത്തിയെടുക്കാൻ അത് അപ്പം സഹായമാവും. നമ്മുടെ പാനി കറക്റ്റ് പരുവായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മുടെ സ്പൂൺ വെച്ച് ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഉരുട്ടി കൊടുക്കുമ്പോൾ സോഫ്റ്റ് ബോളിൽ നിന്ന് ഒന്ന് ചെറുതായി ഹാർഡായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാനി കറക്റ്റ് പരുവായിട്ടുണ്ട്. ഒരു നൂൽ പരുവം കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും നമ്മുടെ പാനി സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതിനുശേഷം നമ്മുടെ കപ്പലണ്ടി ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. കപ്പലണ്ടിയുടെ കൂട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചപ്പാത്തി റോളർ ഉപയോഗിച്ച് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. അപ്പം നല്ല കട്ടി കുറഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പലണ്ടി മിഠായി കിട്ടും. പിന്നെ കടയിലക്കൂട്ട് കറക്റ്റ് ഷേപ്പൊക്കെ വേണമെങ്കിൽ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കടയിലക്കൂട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കടയിലെ ഒരു കപ്പലണ്ടി മിഠായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ മകള് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേശ്ശെ ഇളക്കി കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ബൈ.